പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലം 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയതിൽ ഡോക്ടർമാരുടെ പിഴവ് പരാമർശിക്കാതെ അന്വേഷണ റിപ്പോർട്ട്. കുട്ടിയുടെ കൈയിലെ രക്തപ്രവാഹം എങ്ങനെ നിലച്ചുവെന്നും കൈയിൽ എങ്ങനെ പഴുപ്പ് വന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നില്ല. കുട്ടിക്ക് ജില്ലാ ആശുപത്രിയിൽ നിന്ന് ശരിയായ ചികിത്സ നൽകി എന്നാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കൈമാറിയ റിപ്പോർട്ടിലുള്ളത്. ഡോക്ടർമാരെ പിന്തുണച്ച് KGMOയും രംഗത്തെത്തി. കൈ മുറിച്ചു മാറ്റേണ്ടി വന്നത് അപൂർവമായി സംഭവിക്കുന്ന ചികിത്സാ സങ്കീർണത മൂലമാണ് എന്നാണ് KGMOയുടെ വാദം. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സാജിദ, ഈ കുട്ടിക്ക് ഇങ്ങനെ കൈ മുറിച്ച് മാറ്റേണ്ടി വന്നത് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് കൊണ്ടാണ് എന്ന് ആവർത്തിച്ചു പറയുകയായിരുന്നു കുട്ടിയുടെ കുടുംബം. എന്തൊക്കെ അവിടെ സംഭവിച്ചു എന്നും അവർ പറയുകയുണ്ടായി. ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ ഡോക്ടർമാർക്ക് ഒരു കുഴപ്പവുമില്ല, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയും പറ്റിയിട്ടില്ല എന്നാണല്ലോ പറയുന്നത്. അമൃത, അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ് ഈ നൽകിയിരിക്കുന്നത്. DMOയുടെ നേതൃത്വത്തിലാണ് ഇത്തരം ഒരു അന്വേഷണത്തിന് ഉത്തരവ് ഇട്ടിരുന്നത്. ഇതിൽ പാലക്കാട് മെഡിക്കൽ കോളേജിലെ ഓർത്തോപീഡിക്സ് അസിസ്റ്റന്റ് പ്രൊഫസറും അതോടൊപ്പം തന്നെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ ഓർത്തോ വിഭാഗം ഡോക്ടറും നടത്തിയ പരിശോധനയിലാണ്, ഈ അന്വേഷണത്തിലാണ് ഈ ഡോക്ടർമാർക്ക് പൂർണ്ണമായി ക്ലീൻ ചിറ്റ് നൽകുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഡോക്ടർമാർ ആ കുട്ടിക്ക് ഈ കഴിഞ്ഞ മാസം 24-ാം തീയതിയും 25-ാം തീയതിയും എത്തിയ കുട്ടിയെ വിശദമായി ശാസ്ത്രീയമായി പരിശോധിച്ചിരുന്നു. ആവശ്യമായ ചികിത്സകളെല്ലാം തന്നെ നൽകിയിരുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ 30-ാം തീയതി കുട്ടിയുടെ ഈ കയ്യിലെ ബാൻഡേജ് വെട്ടാനാണ് പറഞ്ഞിരുന്നത്. ഈ പ്ലാസ്റ്റർ മുറിച്ചു മാറ്റാനാണ് എത്താൻ പറഞ്ഞിരുന്നത്. ആ സമയത്താണ് ഈ കയ്യ് പഴുത്തിരിക്കുന്ന നിലയിൽ കണ്ടത്. ആദ്യം 2 ദിവസം വന്നപ്പോഴും കുട്ടിക്ക് ഈ രക്തപ്രവാഹത്തിന് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. എന്നാൽ 30-ാം തീയതി എത്തിയതോടുകൂടി രക്തോട്ടം പൂർണ്ണമായി നിലച്ചിരുന്നു എന്നാണ് പറയുന്നത്. എന്താണ് ആ രക്തോട്ടം നിലയ്ക്കാൻ കാരണം എന്നത് സംബന്ധിച്ച് ഒരു കാര്യവും ഈ അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നില്ല. ഈ ഡോക്ടർമാർ കൃത്യമായി ചികിത്സ നൽകി എന്നുള്ളതാണ് ഈ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഈ ആശുപത്രിയിൽ കുട്ടിയെ ചികിത്സിച്ച ഡോക്ടർമാരും അതോടൊപ്പം തന്നെ KGMOയുടെ നേതാക്കളും ഉൾപ്പെടെയുള്ള ആളുകൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അമൃത.